ഹായ് സ്റ്റുഡൻസ്, കീം 2025 ആപ്ലിക്കേഷൻ കേരളത്തിലെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ച വിവരം എല്ലാവരും അറിഞ്ഞിരിക്കും. ഇനി അപേക്ഷ കൊടുക്കേണ്ട തീയതികളിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പെട്ടെന്ന് തന്നെ ആ വെബ്സൈറ്റ് എടുക്കുക, അതിൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, ആ രീതിയിനേക്കാൾ ഉപരി അതുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്ന ഒരു നോട്ടിഫിക്കേഷൻ സൈറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. കൃത്യമായി വായിച്ച് സമയമെടുത്ത് വേണം അപേക്ഷ പൂരിപ്പിക്കാനും അനുബന്ധ രേഖകൾ സമർപ്പിക്കാനായിട്ട്. കീം 2025 ഔദ്യോഗിക വിജ്ഞാപനത്തിലൂടെ മെഡിക്കൽ കോഴ്സുകൾ MBBS, PDS, BHMS, BAMS, സിദ്ധ, യുനാനി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളായിട്ടുള്ള BSc ഓണേഴ്സ് അഗ്രികൾച്ചർ, BSc ഓണേഴ്സ് ഫോറസ്ട്രി, BSc ഓണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച്, BTech ബയോടെക്നോളജി, കാർഷിക സർവകലാശാലയിലെ വെറ്റിനറി, ഫിഷറീസ്, എഞ്ചിനീയറിംഗ് കോഴ്സുകളിലെ BTech കോഴ്സുകൾ, APJ അബ്ദുൽ കലാം KTU യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സസ്, ഫാർമസി കോഴ്സ് BPharm, ആർക്കിടെക്ചർ കോഴ്സ് BArch തുടങ്ങിയ കോഴ്സുകളിലേക്കാണ് കീം വഴി എൻട്രൻസ് വരുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, എഞ്ചിനീയറിങ്ങിന് മാത്രമാണ് ഒരു പ്രവേശന പരീക്ഷ കീം 2025 വഴി നടത്തുന്നത്. നീറ്റ് നമുക്ക് MBBS അനുബന്ധമായിട്ടുള്ള കോഴ്സുകൾ, അതേപോലെ തന്നെ നാറ്റ ആർക്കിടെക്ചറിൻ്റെ എൻട്രൻസ് എക്സാമിനേഷനാണ്. നീറ്റ് എഴുതുന്ന വിദ്യാർത്ഥികളും ആർക്കിടെക്ചർ എഴുതുന്ന വിദ്യാർത്ഥികളും കീം അപേക്ഷയുടെ നിർദ്ദിഷ്ട കോളത്തിൽ ടിക്ക് ചെയ്യാൻ മാത്രം ശ്രദ്ധിക്കുക. അവർക്ക് തുടർന്ന് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ കീമിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതല്ല. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ വിജ്ഞാപനത്തിലൂടെ വരുന്ന കോഴ്സ് ഏതൊക്കെയാണ് അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോളേജുകൾ, മറ്റുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറക്കാതെ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്. 2025 ഫെബ്രുവരി 20 മുതൽ മാർച്ച് 10 വൈകുന്നേരം 5 മണി വരെയാണ് ഈ പറയുന്ന ഡേറ്റ് വന്നിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഇത് തന്നെയാണ്. അപേക്ഷ സമർപ്പിക്കുന്ന വെബ്സൈറ്റ് www.ce.kerala.gov.in എന്ന വെബ്സൈറ്റാണ്. അപേക്ഷിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികളുടെ കയ്യിൽ തങ്ങളുടെയോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ആരുടെയും കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ നമ്പർ, ഒരു 6 മാസത്തേക്ക് മാറ്റാത്ത 6 മാസമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു നമ്പർ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. OTP മറ്റുള്ള വിവരങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ അത് ഉറപ്പുവരുത്തുന്ന നമ്പർ തന്നെയായിരിക്കണം. ഇമെയിൽ ID, ഈ ഇമെയിൽ ഐഡിയും 6 മാസമായിട്ട് യൂസ് ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡൊന്നും മറന്നു പോകാതെ കൃത്യമായി എഴുതി സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഒരു ഇമെയിൽ ഐഡിയും കൂടി ആയിരിക്കാൻ ശ്രദ്ധിക്കണം. തുടർന്ന് അങ്ങോട്ട് അഡ്മിഷൻ വരെ ഈ പറഞ്ഞ 2 കാര്യങ്ങളും, മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതുകൂടാതെ വിദ്യാർത്ഥികൾ അവരുടെ SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കറ്റ്, ജനന തീയതി, നേറ്റിവിറ്റി എന്ന് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, ഫോട്ടോ, അതും 6 മാസത്തിനടുത്ത് ആയിട്ട് നിങ്ങളെടുത്തുള്ളതായിരിക്കണം, ഒപ്പ് എന്നിവ മാർച്ച് 10 മുമ്പായിട്ട് അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കേണ്ടി വരും. നമുക്ക് ഇത് കൂടാതെ വരുന്ന രേഖകൾ സമർപ്പിക്കാൻ മാർച്ച് 15 വരെ സമയം ലഭിക്കുന്നതാണ്. എല്ലാ തീയതിയും കൃത്യമായി ഓർത്തു വയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത പറയേണ്ടതില്ലല്ലോ. ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഒരു തരത്തിലുള്ള പോസ്റ്റ് ചെയ്തെന്നുള്ള പരിപാടികളോ അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിച്ചത് അയക്കേണ്ട ഒരു ഘടകവും ഇവിടെ ഇല്ല. പ്രവേശനത്തിന് വേണ്ട യോഗ്യതകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നേറ്റിവിറ്റി എന്ന് പറയുന്നത്. നേറ്റിവിറ്റി നമ്മൾ കേരളൈറ്റ്, നോൺ കേരളൈറ്റ് കാറ്റഗറി 1, കേരളൈറ്റ് കാറ്റഗറി 2 എന്നുള്ള രീതിയിലാണ് നേറ്റിവിറ്റിയുടെ കേസിൽ പറയുന്നത്. ഇന്ത്യൻ പൗരനാണ് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരനാണ് എന്ന് അതിനും രീതിയിലുള്ള OCI സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ അനുബന്ധ രേഖയിൽ 3ാമത്തെ രേഖയിലായിട്ട് അത് പറയുന്നുണ്ട്. കേരളീയൻ എന്ന് പറയുന്ന കാറ്റഗറി അല്ലെങ്കിൽ കേരളൈറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ അപേക്ഷകനോ മാതാപിതാക്കൾ ആരെങ്കിലും കേരളത്തിൽ ജനിച്ചവരാണെങ്കിൽ അപേക്ഷകനെ കേരളീയനായി കണക്കാക്കും. ഇതിന് വേണ്ട സർട്ടിഫിക്കറ്റ് SSLC സർട്ടിഫിക്കറ്റ് തന്നെയാണ്. ഇനി
അപേക്ഷകൻ്റെ മാതാപിതാക്കൾ ആരുടെയെങ്കിലും കേരളത്തിലെ ജന്മസ്ഥലം കാണിക്കുന്നതാണെങ്കിൽ അവരുടെ SSLC സർട്ടിഫിക്കറ്റും മാതാവും ഈ പറയുന്ന ആപ്ലിക്കൻറ്റും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന രേഖയും നമ്മൾ സമർപ്പിക്കേണ്ടി വരും. അപ്പോൾ കൃത്യമായി അതിൻ്റെ ആ പറയുന്ന കേരളീയൻ എന്ന് പറയുന്നതിന് പ്രൂഫായിട്ട് കൊടുക്കുന്ന SSLC സർട്ടിഫിക്കറ്റ് തന്നെയാണ്. അത് നമ്മളിവിടെ ജനിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി കേരളീയറ്റ് നോൺ കേരളീയറ്റിൽ തന്നെ 2 വിഭാഗങ്ങളായിട്ട് തിരിച്ചല്ല. ഒന്നാമത്തെ വിഭാഗത്തിൻ്റെ കേസ്, അപ്പോൾ പൊതുവെ ഒരു ധാരണ ഉണ്ട് കേരളത്തിൽ പഠിച്ചവർക്ക് മാത്രം, അല്ലെങ്കിൽ ഇതിനൊരു കാറ്റഗറൈസേഷൻ നടത്തുന്നതുണ്ട്. അത് കൃത്യമായി ശ്രദ്ധിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നും നോക്കണം. നോൺ കേരളത്തിലെ ഒന്നാം വിഭാഗത്തിൽ കേരളത്തിൽ ജോലിക്ക് നിയോഗിക്കപ്പെട്ട ഇന്ത്യ ഗവൺമെൻറ് ജീവനക്കാരുടെയും പ്രതിരോധ വകുപ്പ് ജീവനക്കാരുടെയും മക്കൾ, അവർ യോഗ്യതാ പരീക്ഷ കേരളത്തിൽ പഠിച്ചിട്ടുള്ളവരായിരിക്കണം, +2 എക്സാമിനേഷൻ പഠിച്ചിട്ടുള്ളവരായിരിക്കണം. ഇനി 12 വർഷത്തെ പഠന കാലയളവിൽ, 1ാം ക്ലാസ് തൊട്ട് 12 വർഷത്തെ പഠന കാലയളവിൽ 5 വർഷക്കാലം കേരളത്തിൽ താമസിച്ചിട്ടുള്ള കേരളത്തിലല്ലാത്ത അപേക്ഷകർക്കും അപേക്ഷിക്കാവുന്നതാണ്. കേരളത്തിലെ സ്കൂളുകളിൽ 8 മുതൽ 12 വരെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കേരളീയരിലല്ലാത്ത അപേക്ഷകൾ ഒരു അപേക്ഷകൻ കേരളീയ അങ്ങനെയുള്ളൊരു വിദ്യാർത്ഥിക്കും നമുക്ക് അതിന് തെളിയിക്കുന്ന രേഖകളോട് അടക്കം സമർപ്പിക്കാവുന്നതാണ്. മറ്റൊന്ന് കേരളീയതരൻ അല്ലെങ്കിൽ ഈ നോൺ കേരളീയ കാറ്റഗറി 2. ഇപ്പം മുകളിൽ പറഞ്ഞ 2 കാറ്റഗറിയിലും പെടാത്ത കുറച്ച് വിഭാഗപ്പെട്ട ആൾക്കാർക്കാണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അല്ലാത്ത ആൾക്കും കേരളം ഈ 2 വിഭാഗത്തിൽ പെടാത്ത ആൾക്കാർക്കും നമുക്ക് കീം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ പറ്റും. പക്ഷേ അവർക്ക് ഗവൺമെൻറ് സീറ്റിൽ ഈ പറയുന്ന ഇതിലല്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ആയിട്ടുള്ള വരുന്ന സീറ്റിൽ നമുക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റില്ല. മറിച്ച് സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓക്കെ എന്നുള്ള രീതിയിലേക്കാണ് ഈ പറയുന്ന രീതിയിൽ വരുന്നുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് സീറ്റില്ല, മറിച്ച് ഈ പറയുന്ന സെൽഫ് ഫിനാൻസിങ്ങിലേക്ക് പഠിക്കാനുള്ള മെറിറ്റ്സ് ആ ഒരു സീറ്റിലേക്ക് മാത്രം അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിന് നോൺ കേരളീയത്തിന് അർഹനാണ്. അതുകൊണ്ട് കീം മറ്റുള്ളവർക്കും എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് വരുന്ന അക്കാഡമിക് ക്വാളിഫിക്കേഷനാണ്. അത് ഓരോ വിഭാഗത്തിനും, ഇപ്പോൾ MBBSന് MD BDSനാകുമ്പോഴും BAMS BHMS ആകുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷനാണ്. ഇപ്പം നമുക്ക് ഈ ഒരു എക്സാമിനേഷനിൽ ഏറ്റവും കൂടുതൽ ചാൻസ് അല്ലെങ്കിൽ എക്സാം വരുന്നത് ബിടെക്കിനാണ്. ബിടെക്കിൻ്റെ അല്ലെങ്കിൽ കീം എൻട്രൻസിൽ ഒരു കാര്യം വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതെല്ലാം ഓൾ ടുഗദർ ആയിട്ട് നമുക്ക് 45% മാർക്ക് പുട്ട് ടുഗദർ ഇൻ എബോവ് സബ്ജക്ട്സ് ആർ എലിജിബിൾ ഫോർ അഡ്മിഷൻ ഫോർ ബിടെക് എന്നുള്ളതാണ്. അപ്പോൾ കീം എൻട്രൻസ് പരീക്ഷ എഴുതാനായിട്ട് കഴിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ പറയുന്ന എഞ്ചിനീയറിംഗിന് താല്പര്യമുള്ള വിദ്യാർത്ഥികളുടെ കേസിൽ ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അത് 45% മാർക്ക് അതിലുണ്ടായിരിക്കണം. മൊത്തത്തിലാണ് 45% മാർക്ക് വേണ്ടത് എന്ന് പറയുന്നുണ്ട്. പിന്നെ എഞ്ചിനീയറിംഗിൻ്റെയും ഫാർമസിയുടെയും പ്രവേശന പരീക്ഷ, ഇപ്പോൾ എഞ്ചിനീയറിംഗിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉൾപ്പെടുമ്പോൾ മാത്സ് ഇല്ലാതെയാണ് ഫാർമസിയുടെ എക്സാമിനേഷൻ വരുന്നത്. അത് എഴുതാനായിട്ട് ഉള്ള ഒരു ടൈം ടേബിളും കൂടി റഫായിട്ട് വന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് 22/4/2025 മാറ്റങ്ങളില്ലെങ്കിൽ അന്ന് പരീക്ഷ തുടങ്ങി 30/4/2025 വരെയാണ്. ഇതിലെ ബഫർ ഡേയ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ 24/4/2025 തൊട്ട് 28/4/2025 വരെയാണ് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ കേരളത്തിലെ വിവിധ ജില്ലകളിലും ന്യൂഡൽഹി, മുംബൈ, ദുബായ് എന്നിവിടങ്ങളിൽ വെച്ചാണ് ചുവടെ പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ടൈം ടേബിൾ അനുസരിച്ച് എക്സാമിനേഷൻ നടത്തുന്നത്. അപേക്ഷകൻ്റെ കേസിൽ 17 വയസ്സ്, ഈ 31/12/2005 17 വയസ്സ് പൂർത്തിയായിരിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ് വയസ്സിൻ്റെ കേസിൽ ഈ പറയുന്ന മിനിമം ക്വാളിഫിക്കേഷൻ വരുന്നത്. ഈ ഓൺലൈൻ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകളെക്കുറിച്ചും ഈ പറയുന്ന കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. SSLC സർട്ടിഫിക്കറ്റ്, നാഷണാലിറ്റി അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. ഇനി സാമുദായിക സംവരണം ഉണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറിൽ നിന്ന് കിട്ടുന്ന കേരള സർക്കാർ പഠനാവശ്യങ്ങൾക്കായി നൽകുന്ന നിശ്ചിത മാതൃകയിലുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അത് നമുക്ക് ഈ പറയുന്ന അനക്സറിൽ, ഈ പ്രോസ്പെക്ടസിൻ്റെ അനക്സറിൽ കാണാൻ കഴിയുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നത് മറ്റു രേഖകൾ, ഇപ്പോൾ EWS കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് EWS സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഓരോരുത്തർക്കും വേണ്ട സർട്ടിഫിക്കറ്റുകൾ കൃത്യമായിട്ടും അവരവരുടെ കാറ്റഗറി നോക്കി മറ്റുള്ളത് അത്യാവശ്യമുള്ളത് ഈ പറയുന്ന അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ഒരു PDF അവൈലബിൾ ആണ്. നിങ്ങൾക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഈ പറയുന്ന ഇതിന് താഴെ അതിൻ്റെ
ലഭിക്കാനായിട്ടുള്ള ഒരു ലിങ്ക് നമ്മൾ കൊടുക്കാം. അഡ്മിറ്റ് കാർഡും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് തുടർന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിന് നിരന്തരമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ www.ce.kerala.gov.in എവിടെയെങ്കിലും ഒരു ന്യൂസ് കേട്ടു എന്ന് വിചാരിക്കുക, നമ്മൾ അതിനൊരു ഉറപ്പ് വരുത്തുന്നത് ഈ വെബ്സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ, നോട്ടിഫിക്കേഷനായിട്ടോ അല്ലെങ്കിൽ പത്രക്കുറിപ്പായിട്ടോ. അപ്പോൾ ആ വെബ്സൈറ്റ് നിരന്തരമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പ്രൊഫൈലിൽ എന്തെങ്കിലും വിവരങ്ങൾ തിരുത്താനോ അങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് പറയുന്ന ലിങ്കിൽ ലഭ്യമാക്കും. അതിലാണ് എല്ലാ കാര്യങ്ങളും പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വിജ്ഞാപനം വരുന്നത്. അപ്പോൾ അപേക്ഷയിൽ അപാകതകൾ ഉള്ള പക്ഷം അവ നിശ്ചിത തീയതിക്കായി പരിഹരിക്കേണ്ടതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിലാണ് വരുന്നത്. അപ്പോൾ പ്രവേശന പരീക്ഷയുടെയും ബന്ധപ്പെട്ട വിഷയങ്ങളുടെയും സംബന്ധിച്ച് ആധികാരികമായ വിവരങ്ങൾ അറിയുന്നതിന് ഒരു യൂട്യൂബ് ചാനലിനെയോ അല്ലെങ്കിൽ വേറൊരു ഇതിനെയോ നമ്മൾ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്നത് അതിപ്പോൾ നിങ്ങൾ ഒരു വാർത്താക്കുറിപ്പ് കണ്ടു, അത് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. പിന്നെ സന്ദേശ് ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് കൂടെ ഉണ്ട്, SINDES എന്ന്. അത് ഗൂഗിൾ പ്ലേയിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന ഓഫീസ് എന്ന് പറയുന്നത് എൻ്റെ ഇമെയിലാണ് kinfo.ce@kerala.gov.in. നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ ഈ പറയുന്ന വീഡിയോൻ്റെ താഴെ നമ്മൾ ഈ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. വളരെ ക്വിക്കായിട്ടൊരു കാര്യം പറയാനുള്ളത്, ce.kerala.gov.in എല്ലാ ഇൻഫർമേഷനും വരുന്നത്. ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷ ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് ഏതിനൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, ഏതിനാണ് എക്സാമിനേഷൻ ഉള്ളത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. BTechനാണ് അപേക്ഷ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ എക്സാമിനേഷൻ നടത്തുന്നത്. MBBS അല്ലെങ്കിൽ മറ്റു അനുബന്ധമായിട്ടുള്ള കോഴ്സിനും പരീക്ഷ നടത്തുന്നത് നീറ്റാണ്. പരീക്ഷ എഴുതേണ്ടത് നീറ്റാണ്. പക്ഷേ നമ്മളിവിടെ അപേക്ഷയിൽ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നീറ്റ് എന്നുള്ള നമ്മൾ MBBS എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ എന്നുള്ള രീതിയിൽ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടിക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്ക് നീറ്റിൻ്റെ മാർക്കും കൂടി പരിഗണിച്ചുകൊണ്ട് നമ്മുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെയാണ് നാറ്റ വഴി ആർക്കിടെക്ചർ. അപ്പോൾ വിദ്യാർത്ഥികളെല്ലാവരും ഒന്നും കൂടി ഈ പറയുന്ന അനുബന്ധമായി കൊടുത്തിട്ടുള്ള രേഖകൾ, പ്രത്യേകിച്ച് പ്രോസ്പെക്ടസ് ആണെങ്കിൽ പ്രോസ്പെക്ടസ് ഇത് കൃത്യമായി വായിച്ച് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ സിലബസും അതിൽ പറഞ്ഞുള്ള പ്രകാരമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇനി കൂടുതൽ ഒന്നും കൂടിയും കൃത്യമായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, മറ്റു രേഖകൾ ഇതെല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം എല്ലാ രേഖകളും നമ്മുടെ കയ്യിലായതിനു ശേഷം മാത്രമാണ് നമ്മൾ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ 9072134931 വിളിക്കാം. Thank you.